സുഹൃത്തുക്കളെ, ഈ ആളുകളൊക്കെ തെങ്ങി നിറഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഡ്രസ്സുകളും അവയുടെ കോപ്പികളും സർപ്ലസും ഒക്കെയായി പഞ്ചാബിലെ ശാസ്ത്രീയ മാർക്കറ്റിലോട്ടാണ്. ഈ കാണുന്ന ഡ്രസ്സുകൾക്കൊക്കെ 300 രൂപ മുതൽ 800 രൂപ വരെ മാത്രമാണ് വില വരുന്നത്. ജെൻസിന്റെ ഈ കാണുന്ന പാൻറ്റുകൾക്കൊക്കെ 350 രൂപ മുതൽ 750 രൂപ വരെയും. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വേറെ എവിടെയെങ്കിലും ഇത് കിട്ടും എന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഈ കാണുന്നതൊക്കെ ബ്രാൻഡഡും അവയുടെ കോപ്പികളുമാണ്. ഇതിൽ കൂടുതലും സർപ്ലസ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഒറിജിനൽ പ്രൊഡക്റ്റുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഏകദേശം 90% വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ബ്രാൻഡഡ് ഷൂസും അവയുടെ കോപ്പികൾക്കും ഒക്കെ 300 രൂപ മുതൽ 1200 വരെ മാത്രമാണ് വില. ഇവര് നൽകുന്ന ഈ ക്വാളിറ്റി വെച്ച് നോക്കിയാൽ ഇത്രയും ചെറിയ പൈസയ്ക്ക് മുംബൈയിലോ കൊൽക്കത്തയിലോ പോലോ പ്രൊഡക്റ്റുകൾ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റ് സ്ട്രീറ്റുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന, സായാഹ്നം ആസ്വദിക്കുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും ഉചിതമായൊരു സ്ഥലം. ഇവിടെ വരുന്നവരിൽ ആരും തന്നെ വെറും കൈയോടെ മടങ്ങുന്നില്ല എന്നുള്ളതും ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ്. അതിന് പ്രധാന കാരണം ഏതൊരാളുടെയും ബജറ്റിന് ഒതുങ്ങുന്ന വിധത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ക്വാളിറ്റിയും. ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ 350 രൂപ മുതൽ 550 രൂപ വരെ മാത്രമാണ് ഇവിടെ വിലയുള്ളത്. ഇതിനോട് ചേർന്നുള്ള ഓപ്പൺ മാർക്കറ്റിൽ 100 രൂപ മുതൽ ഡ്രസ്സുകൾ ലഭിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ കൂടുതലും യൂസ്ഡ് ഡ്രസ്സുകളാണ് എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും അവിടുത്തെ സെയിൽസിനും യാതൊരു കുറവുമില്ല. നല്ല തകൃതിയായ കച്ചവടം തന്നെയാണ് അവിടെയും നടക്കുന്നത്. വെറും 150 രൂപ മുതൽ വിന്റർ ജാക്കറ്റും ഇത്തരത്തിലുള്ള പാന്റുകൾ 350 രൂപ മുതലും ലഭ്യമാണ്. ഡ്രസ്സ് എടുക്കുന്നതിന് ഏറ്റവും ഉചിതം ഈ ശാസ്ത്രീയ മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ഇത്തരം സ്റ്റാളുകളിൽ നിന്നാണ്. ഇവിടെ വരുന്ന ഡ്രസ്സുകളിൽ കൂടുതലും പഞ്ചാബിലെ തന്നെ ലുധിയാനയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡ്രസ്സുകളാണ്. 500ഓളം സ്റ്റാളുകളാണ് ഇതിന്റെ ഉള്ളിലൂടെ നിരന്നു നിൽക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെയും ഈ മാർക്കറ്റ് ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കും. ഇവിടെ പോകുന്നതിന് ഏറ്റവും ഉചിതമായ സമയം ഞായറാഴ്ച വൈകുന്നേരങ്ങളിലാണ്. അന്നേരപ്പോഴാണ് ഏറ്റവും കൂടുതൽ സെയിലും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റും ഇവിടെ ഉണ്ടാവുക. ലേഡീസിന് ഇവിടെ വന്യമായ സെലക്ഷൻസ് ആണുള്ളത്. ട്രഡീഷണൽ പഞ്ചാബി ഡ്രസ്സുകളും അതുപോലത്തെ കാശ്മീരി ഡ്രസ്സുകളും പഴയതരം ഷൂസുകളും കോസ്മെറ്റിക് പ്രൊഡക്ട്സും തുടങ്ങി A to Z സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതും ബ്രാൻഡഡ് ഡ്രസ്സുകളുടെ എല്ലാ കോപ്പികളും അവയുടെ സർപ്ലസും ഒക്കെ ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. സർപ്ലസ് ഡ്രസ്സുകളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ഇന്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള ഡ്രസ്സുകളുടെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഡാമേജുകൾക്കോ ഈ സൈസിന്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിലൊക്കെ വരുന്ന പ്രശ്നങ്ങളിൽ QC റിജക്ഷൻ സംഭവിക്കുന്ന ഡ്രസ്സുകളാണവ. അതായത് ഒറിജിനൽ ഡ്രസ്സ് തന്നെ പക്ഷേ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഡാമേജുകൾക്ക് അവർക്ക് റിജക്ട് ചെയ്ത് വിടുന്ന ഡ്രസ്സുകളാണ്. അത്തരം ഡ്രസ്സുകളാണ് ഈ മാർക്കറ്റിൽ കൂടുതലായും ലഭ്യമായിട്ടുള്ളത്. പഞ്ചാബിലൂടെ യാത്ര ചെയ്യുന്നവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലായിട്ടുള്ള ചണ്ഡീഗഡിന്റെ സെക്ടർ 22-വിലാണ് ശാസ്ത്രീയ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ദ സിറ്റി ഓഫ് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ ആണെങ്കിലും ഭരണപരമായി ഇരു സംസ്ഥാനങ്ങളിലെയും കീഴിലല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണിത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ഏറ്റവും വായുമലിനീകരണം കുറവുള്ളതും ഏറ്റവും സുന്ദരവുമായിട്ടുള്ള നഗരവും കൂടിയാണ് ചണ്ഡീഗഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആസൂത്രിത നഗരങ്ങളിൽ ഒന്നായിട്ടാണ് ചണ്ഡീഗഡ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വൃത്തി കൂടിയ നഗരങ്ങളിൽ ഒന്നുകൂടിയായ ചണ്ഡീഗഡിന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുവാനും കഴിഞ്ഞിട്ടുണ്ട്. ചണ്ഡീഗഡിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു കാര്യം ഇവിടെ റീറ്റെയിൽ ആയിട്ടുള്ള സെയിലുകൾ മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടാണ് ആവശ്യമെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ സ്ഥലം പഞ്ചാബിലെ തന്നെ ലുധിയാനയിലെ AC മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. യാത്ര ചെയ്യുന്നവർക്കും ഇവിടെയുള്ളവർക്കും ഒക്കെ റീറ്റെയിൽ ആയിട്ട് ഡ്രസ്സ് എടുക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഇവിടം. പ്രത്യേകിച്ച് കാശ്മീരിലോട്ടോ ശ്രീനഗറിലോട്ടോ ഒക്കെ പോകുന്നവർ ഇവിടെ വന്ന് വിന്റർ ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനെ അബി ട്രിപ്സ് പേജ് ഫോളോ ചെയ്യുവാൻ മറക്കരുത്.